ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പല്ലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ചെയിൻ ഇതുമൊക്കെ തെന്നി കളിക്കുന്നുണ്ടാവും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു കേട്ടോ. ഫ്രണ്ട് സ്പോക്കറ്റ് അത്രയും പ്രശ്നമില്ല, പക്ഷേ നമുക്ക് ചെയിൻ കിറ്റായിട്ടാണ് മാറുന്നത് കേട്ടോ. അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് അതും പൊട്ടിയിട്ടുണ്ട്, അതൊന്നും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഈ പറഞ്ഞ പോലെ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണേ. വേണമെങ്കിൽ നമുക്കൊരു മില്ലിങ് തിരിച്ചാൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം, മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്കത് മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററാണ് ഒരു നല്ല ഫിൽറ്റർ. എയർ ഫിൽറ്റർ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും മാറ്റിക്കളാട്ടോ, അതിൻ്റെ പരമാവധി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാണ്. പിന്നെ സ്പോക്കർ ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഓയിൽ സീലും കൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ സീറ്റിൻ്റെ ഉള്ളിൽ വന്ന ലോക്ക് ഡാമേജ് ഉണ്ടായിരുന്നു, ക്യാച്ചറൊക്കെ പൊട്ടിയാൽ കിടന്നത്. അപ്പോൾ അതൊക്കെ നോക്കി അഴിച്ച് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്, ആ ഭാഗം കൂടി ഒന്ന് കറക്റ്റാക്കി ഇടാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് വീൽ ബെയറിങ് പോയിട്ട് ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു നോക്കിങ് സൗണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബെയറിങ് അഴിച്ച് മാറുന്നുണ്ട്, ബെയറിങ് മാറ്റാൻ വേണ്ടി അയച്ചാണ്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ കേബിൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കേബിള് ഒറിജിനൽ അല്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ ഓവർ ലെങ്ത്ത് കാണിക്കേണ്ടത് ഇതിനകത്ത്, ഒറിജിനലായിട്ടല്ല കാണിക്കണത് കേട്ടോ. അതേപോലെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റിയിടണം, കാരണം ഇത് ഇവിടെ ആ ഇത് വന്ന ഭാഗത്ത് ഔട്ടർ പൊട്ടിയാണ് നിൽക്കണേ, അത് മാറ്റിയിടാം. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ ഇടയ്ക്ക് ക്ലച്ച് ലോഡാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി കളയാം. എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ പ്ലഗ് കൂടി നമുക്ക് മാറ്റിയിടണം, അത് രണ്ടും ഒറ്റ സെറ്റാണ് കേട്ടോ. അത് കൂട്ടത്തിൽ കൂടെയാണ് മാറ്റിപ്പോണ്ടത്. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വണ്ടി ഇരുന്നിട്ട് എടുത്തതിൻ്റേതായിട്ടുള്ള ചെറിയ എഞ്ചിൻ തണുത്തിരുന്നപ്പോൾ ഉള്ളൊരു ചെറിയൊരു മിസ്സിങ് പോലെ ഒരു പ്രോബ്ലം അതാണ് കാണിച്ചോളൂ, വേറെ പ്രശ്നമായിട്ടൊന്നും തോന്നണമെന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം, ആവശ്യമാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്തേക്കാം. ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2021 മോഡലാണ്, ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അത് 12 വോൾട്ടും 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് ഈ വണ്ടിക്ക് തന്നെ. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.77 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട് വോൾട്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് ഓക്കെ ആയിട്ടാണ് കാണിക്കണേ, കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അതായത് ചെയിൻ സ്പോക്കറ്റ്, വീൽ റബ്ബർ, ഞാൻ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ കൂട്ടണുണ്ട്, എസ്റ്റിമേറ്റിൽ കൂട്ടണുണ്ട്. വേണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, കാരണം ഞാൻ മില്ലിങ് തിരിച്ചാൽ നമുക്ക് ഇടയ്ക്ക് നമുക്ക് കയറ്റി വീണ്ടും മാറേണ്ടി വരും. ഒരു സർവീസൊക്കെ ഉപയോഗിക്കാൻ കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിളും കൂട്ടണുണ്ട്, എയർ ഫിൽറ്റർ പ്ലഗ് ഉൾക്കൊള്ളിക്കാനുണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഉണ്ട്. ഇത്രയും കേസാണ് നമുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു ഹാൻഡിൽ ടൈറ്റ് കാണിക്കണ്ടായിരുന്നു, നിങ്ങൾക്ക് കോൺസെപ്റ്റിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. എനിക്കൊന്ന് ബെയറിങ് പോയി കിടന്നിട്ട് ഇനി അതിൻ്റെ ആയിരിക്കാം കൂടുതൽ ഫീലിംഗ് കിട്ടിയിട്ടിരുന്നത്. അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. ഒന്ന് വാട്സാപ്പിൽ ഇടാം, ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് കിടക്കണേ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ.